അപ്പൻ തോമസിന്റെയും അമ്മ ഏലിയാമ്മയുടെയും ആഗ്രഹവും ടിറ്റോയുടെ സ്വപ്നവുമായിരുന്നു ഈ നഴ്സിംഗ് ജോലി. അങ്ങനെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന തോമസ് ആ കുറഞ്ഞ വരുമാനം കൊണ്ടായിരുന്നു മകനെ മംഗലാപുരത്തെ കോളേജിൽ BSc നഴ്സിംഗിന് ചേർത്തത്. 3 വർഷത്തെ പഠനമെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ ടിറ്റോ 2023 ഏപ്രിൽ 23-ാം തീയതിയാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ നഴ്സായി ജോലിയിൽ പ്രവേശിച്ചത്. ജോലി നല്ല രീതിയിൽ മുന്നോട്ടു പോകവേ ആഗസ്റ്റ് അവസാനം ആശുപത്രിയിലേക്ക് കടുത്ത പനിയുമായി ഒരു രോഗിയെത്തി. ഇയാൾ ഇവിടെ വച്ച് മരിക്കുകയും ചെയ്തു. അന്ന് ആ രോഗിയെ രാവും പകലും ഒപ്പം നിന്ന് ശുശ്രൂഷിച്ചത് ടിറ്റോ ആയിരുന്നു. പിന്നാലെയാണ് അയാൾക്ക് മരണശേഷം നിപ്പ സ്ഥിരീകരിച്ചത്. പിന്നാലെ ഇയാളെ പരിചരിച്ച ടിറ്റോയ്ക്കും രോഗബാധയുണ്ടായി. ഇതേ ആശുപത്രിയിൽ ടിറ്റോയും 2 മാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് വിധേയനായി. രോഗമുക്തി നേടിയെന്ന് വിശ്വസിച്ച് ക്വാറന്റൈൻ പൂർത്തിയാക്കി നവംബർ മാസത്തിലാണ് ടിറ്റോ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോഴും തലവേദനയും കഴുത്തുവേദനയും ഉണ്ടായിരുന്നു. ആരോഗ്യനില പിന്നാലെ വഷളായി. നിപ്പ വൈറസ് മൂലം പിന്നീട് മസ്തിഷ്ക ജ്വരമുണ്ടാക്കുന്ന നിപ്പ എൻസെഫലൈറ്റിസ് ടിറ്റോയെ ബാധിക്കുകയായിരുന്നു. ഇത് അബോധാവസ്ഥയിലേക്ക് നയിക്കുകയും അപസ്മാരത്തിനും കോമയ്ക്കും കാരണമാവുകയും ചെയ്തു. അങ്ങനെ ചികിത്സകൾ തുടരവെയാണ് ഡിസംബർ 8 മുതൽ ടിറ്റോ കോമയിലേക്ക് മാറിയത്.